ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ഡിവൈഎഫ്ഐ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്ന ഇവരറിയുന്നില്ല. അങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്ത് നാട്ടുകാരെ ഇവിടുന്ന് പൈസ പിടിക്കാനാണോ എന്ന് കാണാനോ നടക്കുമെന്ന് കാണാം. പോലീസിനെ പട്ടാളത്തെ വിളിക്കുന്നുണ്ട്. അതെല്ലാം മര്യാദയ്ക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുന്നവരെ നടപ്പിലാക്കാൻ പാടില്ല. വലിയ നിലയിലേക്ക് പൈസ കൂട്ടിയിരിക്കുകയാണ്. അത് ചർച്ച ചെയ്യണോ? ഏതായാലും 3-4 ആള് HDS മീറ്റിംഗിനെ കൊണ്ട് യോഗം ചേർന്ന് തീരുമാനിച്ചാലും നടക്കില്ല. ഇവിടെ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. CPM-ന് പ്രതിനിധി അറിഞ്ഞപ്പോ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വിളിച്ചു ചോദിച്ചു, അറിയില്ല. ഈ ജില്ലയിലെ MLA ഞങ്ങളറിയില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ഡിവൈഎഫ്ഐ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്ന ഇവരറിയുന്നില്ല. അങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്ത് നാട്ടുകാരെ ഇവിടുന്ന് പൈസ പിടിക്കാനാണോ എന്ന് കാണാനോ നടക്കുമെന്ന് കാണാം. പോലീസിനെ പട്ടാളത്തെ വിളിക്കുന്നുണ്ട്. അതെല്ലാം മര്യാദയ്ക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുന്നവരെ നടപ്പിലാക്കാൻ പാടില്ല. അതെ, കലക്ടറോട് ആരോട് ചർച്ച ചെയ്യുന്നത് വരെ നടപ്പിലാവില്ല. ആരുണ്ട് ഇത് ചർച്ച ചെയ്യുന്നവരെ നടപ്പിലാക്കാൻ പാടില്ല. ചർച്ചയ്ക്ക് ശേഷം എല്ലാവരും അംഗീകരിക്കണം, നടപ്പിലാക്കാം. അതുവരെ പൈസ പിടിക്കാൻ ഇവരെ അനുവദിക്കില്ല. ജനങ്ങൾ ഇവരോട് പൈസ പിടിക്കാൻ അനുവദിക്കില്ല. സാധാരണ എന്ത് ഇതുണ്ടാവുമ്പോൾ യുവജന സംഘടനകള് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാറുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏകപക്ഷീയമായിട്ട് ഇത് വർദ്ധിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഞാൻ ഈ ജില്ലയിലൊരു MLA ആണല്ലോ, അല്ലേ? നമ്മളൊക്കെ അറിയണ്ടേ? മെഡിക്കൽ കോളേജ് പറഞ്ഞ ഈ ജില്ലയിലെ മാത്രമല്ല, തൊട്ടടുത്ത് അവിടെ നിന്നൊക്കെ വരുന്ന സാധാരണ മനുഷ്യരാണ്. ഇതിന് ഇങ്ങനെ വലിയ നിലയിൽ പണം കൂട്ടി ഫീസ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയണല്ലോ. ഇത് ഈ 10 കൊല്ലം ഇല്ലാത്തൊരു സാധനം ഇപ്പോൾ തുടങ്ങി നടക്കാം. അപ്പൊ അതുകൊണ്ട് അതുവരെയും ഇത് പിരിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ഉറപ്പ് തരണം. ഇപ്പൊ ഉറപ്പ് തന്നാലേ ഇവര് ഇവിടുന്ന് പോവുള്ളൂ. ഇനി ഇപ്പൊ ഉറപ്പ് തന്നിട്ടില്ലെങ്കിൽ പോലീസല്ല പട്ടാളം വന്നിട്ട് കാര്യമില്ല, ആളുകൾ ഇനിയും കൂടും. അല്ല, ഇതുവരെ പിരിക്കാൻ പറ്റില്ല. അല്ല, അത് പറ്റില്ല, ഉറപ്പെന്ന് പറയാം. അതെ, അപ്പൊ അത് വെച്ചിട്ട് ഇതാക്ക് തീരുമാനമെടുത്ത് പിരിക്കാം. അതെ, അതുവരെ പിരിക്കില്ല, അങ്ങനെ പറയും. ബാക്കി പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പോലീസും പട്ടാളം വന്നാലൊന്നും ഇത് പിരിക്കാൻ പറ്റില്ല. ശക്തമായ സമരം നടത്തുവരും. ഞങ്ങളൊക്കെ ഉണ്ടാവും കൂടെ. അന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ എല്ലാവരോടും ചർച്ച ചെയ്ത് കൂടാ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വാക്ക് മാറിപ്പോയാൽ ബാക്കി നമ്മൾ അപ്പം നോക്കാം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികള്, ഇവിടുത്തെ ജില്ലാ MLA ഞങ്ങളൊന്നും അറിയാതെയാണല്ലോ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. ഇത് തെറ്റായ രീതിയാണ്. സാധാരണ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനമാണ്. അതെ, സൗജന്യ ചികിത്സയാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്കാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. 8000 ഉറുപ്പ്യോളം പലതിനുണ്ട്. 800 മുതൽ 8000 രൂപ വരെ വരുന്നുണ്ട്. ഈ ജില്ലയിലെ MLA ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ DYFI ഇവിടെ ഈ ആശുപത്രിയുടെ വികസനത്തിനും എല്ലാത്തിനും ഇടപെടുന്നവർ അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ CPIM അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നത്. മണിക്കൂറുകളായി ഇവര് സമരം ചെയ്യുന്നു. മണിക്കൂറുകളായി സമരം ചെയ്യുന്നവരോട് സമരത്തിന് ചർച്ച ചെയ്യുന്നതിന് പോലീസിനെയും പട്ടാളത്തിനും വിളിച്ചാണ് തീരുന്ന. അങ്ങനെയൊന്നും പോയി നാട്ടിൽ സാധാരണ മനുഷ്യരുടെ പ്രശ്നം. അതുകൊണ്ട് നിർത്തിവെക്കണം എന്നുള്ള നിലപാട് പോലും അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്ത് തീരുമാനമാവാതെ ഇത് പിരിച്ചാൽ DYFIയും തടയും. DYFIക്കൊപ്പം നാട്ടിലെ ജനങ്ങളും ഉണ്ടാവും. പല രോഗികളും പുറത്തേക്ക്. അതെ, അത് ശക്തമായ നിലപാടെടുക്കും. ബാക്കി ഇവർ പറയും. അതെ, ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിലും.